കുഞ്ഞു പെങ്ങളിനും അളിയനും ആശംസകൾ മാത്രം പറഞ്ഞാൽ മതി. എന്നാ ആശംസയും പറയണ്ട, ഒന്ന് ചിരിച്ചൊരു ഹായ് എങ്കിലും പറയോ? ഹായ് പറയാവുന്ന വിഷ് ചെയ്തോ പാപ്പുനെ അരുണിനെയും? ഇവളെന്തിനാ വന്നേ? അതെ, ഞാൻ ഇനി ആദ്യം പോലെ സ്പീച്ച് പഠിക്കണം. ഇനി ഇവള് വേണ്ട. പ്രീത എന്നാണ് ശരിക്കും, പക്ഷെ നമ്മളെല്ലാവരും, ഞാൻ ഇന്നേ വരെ അവളെ പ്രീത എന്നൊരു പേര് വിളിച്ചിട്ടില്ല. അത് ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവളെ പ്രീത എന്ന് വിളിച്ചാൽ. പാപ്പു എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുക. ഒരിക്കലും കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരുന്ന കുട്ടിയായിരുന്നു പാപ്പു. പിന്നെ ഞാനും പപ്പയും അമ്മയും നമ്മൾ നിർബന്ധിച്ച് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ച ഒരാളാണ്. വെരി ഫസ്റ്റ് വന്നൊരു പ്രപ്പോസലാണ് അരുണിൻ്റെ. പാപ്പുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിൽ നമ്മൾ നമ്മുടെ സിസ്റ്റർ ഇൻ ലോ ആണല്ലോ. പക്ഷേ ഏതോ ഒരു മൊമെൻറ്റിൽ അവൾ എൻ്റെ സ്വന്തം സിസ്റ്റർ, സിബ്ലിങ് പോലെ തന്നെയാണ്. പോലെ എന്നല്ല, സിബ്ലിങ് ആണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ആണെങ്കിൽ പോലും എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അവൻ എടുക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലും കൂടുതൽ ഞാനാണ് എടുത്തിരുന്നത്. കാരണം അത് എൻ്റെ സ്വന്തമാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അതിലുപരി ഞാൻ ഇന്നലെയും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏത് ഇമോഷനാണ് ഹൈയിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. സന്തോഷമാണോ സങ്കടമാണോ, ഏതോ ഒരു ഇമോഷൻ ഹൈയിലാണ് നിൽക്കണേ, അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ല. Of a world unknown, our pages of stories are just being told, and it goes on and on. Oh, this moment that we're lost in, ever more than I imagined, our forever, oh, has just begun. അരുൺ ജോയ് മാത്യു പ്രീത ഫ്രാൻസിസിനെ നിങ്ങളുടെ പ്രസ്തുത വധുവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. പ്രീത ഫ്രാൻസിസ് അരുൺ ജോയ് മാത്യുവിനെ നിങ്ങളുടെ പ്രസ്തുത വരനായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. മാട്രിമോണിയിലാണ് ആദ്യം കണ്ടത്. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇത് 1.5 വർഷം 2 വർഷം വൈകിപ്പോയി ആളെ എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനൊക്കെ കിട്ടാനായിട്ട്. ആദ്യമായിട്ട് കണ്ടത് ജസ്റ്റ് ഒരാഴ്ച മുമ്പാണ്. എയർപോർട്ടിൽ വെച്ച് ഞാൻ പിക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ആളുടെ ഒരു ഷോക്കിംഗ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്നെ കണ്ടുപിടിച്ചതിനെ കുറിച്ച്, എന്നെ കിട്ടിയതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയാം. കിട്ടിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഡിസിഷനായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷനായിരുന്നു അരുൺ ജോയ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടെത്തിയത്. ബിക്കോസ് എൻ്റെ ബിഹേവിയർ ഒത്തിരി ചേഞ്ച് ചെയ്യാനായിട്ട് കാരണക്കാരനാണ് ഈ നിൽക്കുന്ന ഈ വ്യക്തി ശരിക്കും. പിന്നെ ഫസ്റ്റ് കണ്ടത് ഞങ്ങൾ എയർപോർട്ടിലായിരുന്നു. ഞങ്ങൾ ഹൈ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അന്ന് ഞാൻ സ്റ്റക്കായത്. അല്ലാണ്ട് വേറെ ഇങ്ങനെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ട് സ്റ്റക്കായതാണ്. അല്ലാണ്ട് വേറെ എക്സൈറ്റ്മെന്റ് കാര്യത്തിൽ സ്റ്റക്കായതല്ല. പിന്നെ ആള് ഭയങ്കര പൊളിയാണ് എന്ന് തോന്നുന്നു, അറിയില്ല. കൂടെ ജീവിക്കുമ്പോ അറിയല്ലോ. ഇഷ്ടപ്പെട്ട കാര്യം എന്താ അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു. ആ കംഫർട്ട് സോണിൽ എന്നെ പുറത്തു കൊണ്ടുവന്നത് ഈ നിൽക്കുന്ന വ്യക്തിയാണ്. പിന്നെന്താ, പിന്നെ ഞാൻ ഭയങ്കര എന്താ പറയാ, പെട്ടെന്ന് നെർവസ് ആവുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് മാറ്റുന്നത് ഈ വ്യക്തിയാണ്. പിന്നെന്താ, പിന്നെ ഞാൻ ഒട്ടും ബോൾഡ് അല്ലാത്തൊരു കുട്ടിയായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ബോൾഡ് ആവാൻ കാരണം ആരാ? ഈ വ്യക്തിയാണ്. പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നറിയോ? അത് പറയില്ല. അത് ഞങ്ങളുടെ ഇടയിൽ മാത്രം ഉണ്ടാവും.